ഫെബ്രുവരി 14 ആഗോള പ്രണയ ദിനമാണ്. ലോകമാസകലമുള്ള കൗമാരക്കാരും യുവജനങ്ങളുമൊക്കെ അവരുടെ മനസ്സിലെ പ്രണയ ചിന്തകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കവിതാക്കൾ പൂക്കളൊക്കെ കൈമാറി വലിയ റൊമാൻറ്റിക് പരിവേഷത്തിലേക്ക് മാറുന്ന ദിവസമാണ്. ഈ ദിവസം ലോകമാസകലം ആഘോഷിക്കുമ്പോൾ യുവജനങ്ങളും കൗമാരക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട്. എന്നു മുതലാണ് ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത്? നമ്മൾ മനസ്സിലാക്കുന്നത്, ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് 14-15 നൂറ്റാണ്ടുകളിലാണ്. അതിനു മുമ്പ് ഒരു വലിയ ചരിത്രമുണ്ട്. അത് ഫെബ്രുവരി 14 എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക പുരോഹിതൻ്റെ, രക്തസാക്ഷിയായ ഒരു വിശുദ്ധൻ്റെ ഓർമ്മ ദിനമാണ്, രക്തസാക്ഷിത്വ ദിനമാണ്, തിരുനാൾ ദിനമാണ്. ആ ദിവസമാണ് വാലന്റൈൻസ് ഡേ ആയിട്ട് പിന്നീട് മാറിയത്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ചരിത്രം അല്ലെങ്കിൽ പാരമ്പര്യം എന്താണ്? വാലന്റൈൻ എന്ന് പറയുന്ന ഈ കത്തോലിക്ക പുരോഹിതൻ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്, ഒരു പുരോഹിതനാണ്. ക്ലൗഡിയൂസ് II റോമ ചക്രവർത്തിയായിരുന്ന കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ ക്ലൗഡിയസ് II ഒരിക്കലും ഒരു പ്രത്യേകമായിട്ടുള്ള തോന്നലുണ്ടാകുകയാണ്. തൻ്റെ രാജ്യത്തിൽ അവിവാഹിതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരാണ് സൈന്യത്തിൽ കൂടുതൽ പ്രതിബദ്ധതയോടെ സേവനം ചെയ്യുന്നത്. അങ്ങനെ ഒരു ചിന്തയിൽ വിവാഹം അദ്ദേഹം മുടക്കി. ഒരുപാട് യുവജനങ്ങളെ സൈന്യത്തിൽ ചേർത്തു. ആ സമയത്ത് പ്രണയബദ്ധരായ ഒരുപാട് കമിതാക്കളുണ്ടായിരുന്നു. ആ കമിതാക്കൾ പലരും വാലന്റൈൻ എന്ന് പറയുന്ന പുരോഹിതൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം അവരുടെ വിവാഹം ആശീർവദിക്കുകയും രഹസ്യമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. ഇത് രാജാവിൻ്റെ പക്കൽ അറിയിക്കപ്പെട്ടു. രാജാവ് കോപാകുലനായിട്ട് ഈ പുരോഹിതനെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തോട് അതിൽ നിന്ന് മാറാനായിട്ട് പറയുകയും അദ്ദേഹത്തെ പലതരത്തിൽ പ്രലോഭിപ്പിച്ച് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിക്കുകയും ചെയ്യുന്നു. അതിന് അദ്ദേഹം വഴങ്ങാതെ വരുമ്പോൾ അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്നു. ജയിലിലടയ്ക്കുന്ന സമയത്ത് ജയിലറുടെ മകള്, അന്ധയായ മകളെ അദ്ദേഹം സുഖപ്പെടുത്തുകയാണ്. അതിനുശേഷം ഈ അന്ധയായ മകൾക്ക് ഈ പുരോഹിതനോട് ആരാധന തോന്നുകയും മകള് നല്ലൊരു സൗഹൃദം രൂപപ്പെടുകയും ഈ മകള് പുരോഹിതന് പലതരത്തിലുള്ള അവളുടെ സ്നേഹവും അവളുടെ ആദരവും പങ്കുവെച്ചുകൊണ്ട് കത്തുകൾ എഴുതുകയും ചെയ്തു. ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഈ പുരോഹിതൻ ഈ പ്രവൃത്തിയിൽ നിന്ന് മാറാത്തതുകൊണ്ട് അവസാനം വാലന്റൈൻ എന്ന് പറയുന്ന പുരോഹിതനെ വധിക്കാൻ അവിടുത്തെ റോമൻ പ്രീഫെക്റ്റ് കൽപ്പന പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ തലേ രാത്രിയിൽ ഈ അന്ധയായ മകൾക്ക് ഈ പുരോഹിതൻ ലെറ്റർ എഴുതിയുമ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് വിടവാങ്ങലായിട്ട് അവസാന വാക്യം എഴുതുകയാണ്, ഫ്രം യുവർ വാലന്റൈൻ. അതാണ് പിന്നീട് ലോകത്ത് ഒരുപാട് യുവജനങ്ങളുടെ മനസ്സിൽ കുളിർമ, മനസ്സിൽ മഞ്ഞ് പെയ്യ്ക്കുന്ന ഊഷ്മളമായ വാക്യമായിട്ട് മാറുന്നത്, ഫ്രം യുവർ വാലന്റൈൻ. അത് ഈ വിശുദ്ധനായ ഈ പുരോഹിതൻ എഴുതിയ അവസാനത്തെ വാക്യമാണ്, ഈ പെൺകുട്ടിക്ക് എഴുതിയ അവസാന വാക്യമാണെന്ന് ഉള്ള പാരമ്പര്യമാണുള്ളത്. ആ ഒരു ചിന്തയിൽ നിന്നാണ് പിന്നീട് അതിനോട് ചേർന്നിട്ട് ഒരുപാട് തരത്തിലുള്ള കഥകളൊക്കെ ചേർത്തിട്ടാണ് 14-15 നൂറ്റാണ്ടുകളിൽ വാലന്റൈൻസ് ഡേ ആഘോഷിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രണയത്തിനു വേണ്ടി, പരസ്പരം സ്നേഹിക്കാനുള്ള താല്പര്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു കത്തോലിക്ക വിശുദ്ധൻ, രക്തസാക്ഷിയായ വിശുദ്ധൻ്റെ ഓർമ്മദിനം കൂടിയാണ് ഇതെന്നുള്ളത് ഈ പ്രണയം കൈമാറുന്ന, പൂക്കൾ കൈമാറുന്ന എല്ലാ യുവജനങ്ങളും അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്.